ജാനിമോളെ, എന്റെ കട്ടില് ഇരിക്കണ്ട അച്ഛാ. എനിക്ക് ചെറുപ്പത്തിലെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളതാ മോളെ. ഒരിക്കൽ വന്നിട്ടുള്ളവർക്ക് പിന്നീട് ഒരിക്കലും വരില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ജാനിമോളുടെ അടുത്തിരുന്നതിൻ്റെ പേരിൽ എത്ര വലിയ അസുഖം വന്നാലും അച്ഛനതങ്ങ് സഹിക്കും. ഏയ് കരയില്ലേ മോളെ. ഇപ്പൊ മോൾക്ക് എങ്ങനെയുണ്ട്? ഭയങ്കര തലവേദന വെച്ചോ, കണ്ണും നീറുന്നു. അച്ഛൻ ഗുളിക വാങ്ങി തന്നിട്ടില്ലേ? സമയം തെറ്റാതെ അത് കഴിക്കണം. ഞാൻ ലീവ് എടുത്ത് നിൽക്കണോ രത്തമ്മ? അതിന്റെ ആവശ്യം എന്താ? ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ പോലും വിജയേട്ടൻ ജോലിക്ക് പോയില്ലേ? പോവാൻ നീ പറഞ്ഞിട്ടല്ലേ? ഇപ്പൊ എന്താ പോകണ്ടെന്ന് ഇവള് പറഞ്ഞോ? അതൊന്നും അല്ല രത്നമ്മേ, നീ നോക്ക്. നിനക്ക് വന്നതിനേക്കാൾ കുറച്ച് കൂടുതലായത്. വിജയേട്ടൻ നോക്കിയാ കുറയ്ക്കാൻ പറ്റുമോ? നീ സുഖമില്ലാതെ കിടന്ന് നിന്നെ ജാനിമോളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ അവൾ നിന്നെ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. പക്ഷേ ജാനിമോളെ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ട് പോവും? ഓ, എന്റെ ശുശ്രൂഷ കുറഞ്ഞു പോകുന്നാണ് വിജയേട്ടന്റെ പേടി. നിന്റെ സ്വഭാവം ശരിക്കറിയാവുന്ന ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കണ്ടേ? എന്നു മുതൽക്കാ വിജയേട്ടൻ എന്നെ പേടിക്കാൻ തുടങ്ങിയത്? ആർക്കും വേണ്ടാത്തൊരു അശ്ലീകരത്തിന് എടുത്ത് തലയെ വെക്കാൻ തോന്നിയതാ ഞാൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം. വിജയേട്ടൻ ഇറങ്ങാറായില്ലേ? 10 മണിക്ക് ഓഫീസിൽ എത്തണ്ടല്ലേ? ഏയ് ഒന്നുമില്ലടാ, ഒന്നുമില്ല കേട്ടോ. അമ്മയുടെ സംസാരം കേട്ട് മോള് വിഷമിക്കണ്ട. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ അവൾക്ക് മോളോട് വെറുപ്പൊന്നുമില്ല. ഇതത്ര വലിയ അസുഖമൊന്നുമല്ല. അമ്മയ്ക്ക് വന്നപ്പോൾ മോള് കണ്ടതല്ലേ. 1-2 ആഴ്ചത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. അച്ഛൻ പോട്ടെ എന്നാ. സൗകര്യം മാറി ഇടയ്ക്ക് വരാം.